ഹരേ കൃഷ്ണ, നമസ്തേ. നേരെ ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വരികയാണ്. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നത്, ധാരാളം ലൈക്കും സബ്സ്ക്രിപ്ഷനും കൊണ്ട് നേരെ ഓൺലൈനിൽ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് എന്നും നിങ്ങളോടെല്ലാം നന്ദിയും കടപ്പാട് കൊണ്ട് പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നൊരു പുതിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാവരുടെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി രക്ഷിതാക്കൾക്കുള്ളതാണ് വിവാഹം എന്ന് പറയുന്നത്. കാരണം വിവാഹത്തിന് പിന്നെ ആൺകുട്ടികൾക്കായിരുന്നാലും പെൺകുട്ടികൾക്കായിരുന്നാലും അനുയോജ്യമായിട്ടുള്ള വധൂവരന്മാരെ കിട്ടാനുള്ള പ്രയാസമൊന്ന്, കണ്ടുപിടിക്കാനുള്ള പലവിധ പ്രശ്നങ്ങൾ, പിന്നെ എങ്ങനെയാ പറയുക, സമയത്ത് വിവാഹം നടത്താൻ കഴിയാത്തതിൻ്റെ ടെൻഷൻ. ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ എപ്പോഴും അഡ്വാൻസായി ഈ ന്യൂജനുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ളതുകൊണ്ട് ന്യൂജൻ്റെ ഒരു മൈൻഡ് അറിയാവുന്നതുകൊണ്ട് അറിയാം, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഞങ്ങളെയൊക്കെ പോലെ പഴയ മൈൻഡ് സെറ്റ് അല്ല. അവർക്ക് ആദ്യം ഉപരിപഠനം, അത് കഴിഞ്ഞ് നല്ല ജോലി കിട്ടിയാൽ അതിനകത്ത് അവർ നല്ല രീതിയിൽ ലൈഫ് ഒന്ന് സെറ്റാക്കി വെച്ചുകൊണ്ട് മാത്രമേ മാരേജിലേക്ക്, അതും മെൻ്റലി അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വരികയാണെങ്കിൽ മാത്രം, ഈ ഒരു മൈൻഡ് സെറ്റിലോട്ടാണ് പോകുന്നത്. അത് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ വിവാഹം വൈകുന്തോറും, കാരണം പണ്ടൊക്കെ ആണെങ്കിൽ പെൺകുട്ടികളെ വിവാഹം 25 വയസ്സിന് മുമ്പ് നടക്കണം, ആൺകുട്ടികളെ സംബന്ധിച്ച് മാക്സിമം ഒരു 26-27 വയസ്സിന് മുമ്പേ കല്യാണം നടക്കണമെന്നാണ്. ഇപ്പോൾ അതൊക്കെ മാറി, 30 വയസ്സ് കഴിഞ്ഞ് വിവാഹം നടന്നാലും മതിയെന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ എന്നാലും രക്ഷിതാക്കളുടെ ഉള്ളിൽ തീയാണ്. അപ്പോൾ അതിനെന്താണ് നമുക്കൊരു പരിഹാരം? അപ്പോൾ ഈ വിവാഹത്തിന് ഏറ്റവും കൂടുതൽ തടസ്സം വരുന്നത് ജാതകങ്ങൾ നോക്കുമ്പോൾ, ഒന്ന് പരദേവതാ ശാപം, രണ്ടാമത്തേത് പൂർവ്വജന്മത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ജനിച്ച തറവാട്ടിൽ നിന്നുള്ള സർപ്പദോഷം, ഗുളികദോഷം, പിന്നെ മറ്റൊന്നെന്ന് പറയണത് പിതൃശാപം, പിന്നെ മറ്റൊന്ന് ഈ പൂർവ്വജന്മത്തിലോ നിന്ന് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ പുരുഷശാപവും, പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീ ശാപവും വരാം, അതിൽ നിന്നും വരാം. ഇത്തരം ശാപതാപ കോപാദികളും ധർമ്മദേവത കോപമൊക്കെ വിവാഹ കാര്യത്തിൽ തടസ്സം ഉണ്ടാക്കാം. ഇനി വിവാഹ തടസ്സം വരുമ്പോൾ നമ്മൾ സാധാരണ അസ്ട്രോളജേഴ്സിനെ സമീപിക്കും. അപ്പോൾ അസ്ട്രോളജേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ പറയും, അവർ കുറേ ഹോമം കാര്യങ്ങൾ, പരിഹാരങ്ങളൊക്കെ പറയും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അസ്ട്രോളജി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ലൈഫിലേക്കുള്ളൊരു ഗൈഡ് ലൈനാണ്. അസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ ഒരു അസാമാന്യ കഴിവുള്ള ഒരു, എന്താ പറയുക, അതീന്ദ്രിയ ശക്തിയുള്ള ഒരാളൊന്നുമല്ല. നിങ്ങളെപ്പോലെ സാധാരണ ഒരാൾ ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, പിന്നെ ദൈവാധീനം കൊണ്ട് അവരത് പറയാൻ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചാൽ, എൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഓരോ ജാതകവും കയ്യിലെടുക്കുമ്പോൾ ഭഗവാൻ, എൻ്റെ ഗുരുനാഥൻ ശ്രീകൃഷ്ണ പരമാത്മാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാന്റെ മടിയിൽ കയറിയിരിക്കുമ്പോൾ ഭഗവാൻ ആണ് എന്നിലൂടെ ആ ജാതകം പറയിപ്പിക്കുന്നതാണ് എൻ്റെ സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ, നമുക്കൊരു അതീന്ദ്രിയ കഴിവുമില്ല. നമ്മൾ ഒന്നേ മനസ്സിലാക്കേണ്ടുള്ളൂ, വിശ്വാസം മതി, അന്ധവിശ്വാസം വേണ്ട. അപ്പോൾ നമ്മൾ അതിലെന്ത് ചെയ്യും? നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ജാതകാൽ കാണുന്ന, നമ്മൾ പോകുന്ന യാത്രയിൽ എവിടെയൊക്കെ കുണ്ടുണ്ട്, കുഴിയുണ്ട്, നല്ലതുണ്ടെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഗൈഡ് ലൈനാണ് ജ്യോതിഷം, ഞാൻ പറഞ്ഞു. അപ്പോൾ അത് തിരിച്ചറിഞ്ഞാൽ അതിനെ നമ്മൾ ദൈവാധീനം വർദ്ധിപ്പിച്ച് യുക്തിയും ബുദ്ധിയും കൊണ്ട് അതിനെ മറികടക്കണം. അപ്പോൾ ദൈവാധീനം എങ്ങനെ വർദ്ധിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യത്തിന് ചില ക്ഷേത്ര വഴിപാടുകളോ, ബാക്കി നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ മെഡിറ്റേഷൻ, നമ്മുടെ പ്രവർത്തനം, ഇതുകൊണ്ട് തന്നെ ദൈവാധീനം വർദ്ധിക്കണം. കാരണം നമ്മുടെ സത്കർമ്മങ്ങൾ ഇതൊക്കെ കൊണ്ടാണ്. ഇതിന് നമ്മൾ പറയുന്നൊരു സിമ്പിളായ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു കൺസെപ്റ്റാണ്, നമ്മൾ നന്നായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈശ്വരൻ നമ്മളിൽ യുക്തിയും ബുദ്ധിയും പ്ലാനിങ്ങുമായിട്ട് വിളങ്ങും. അതാണ് ദൈവാധീനം. അതാണ് നമ്മളെ കാര്യം നടത്തി തരുന്നത്. അതായത് നമ്മളാണ് കാര്യം നേടിയെടുക്കുന്നത്, അല്ലാതെ പുറത്തുനിന്ന് ആരുമല്ല. ജ്യോതിഷനോ പൂജാരിയോ മന്ത്രവാദിയോ ഒന്നും നിങ്ങൾക്ക് ഒരു കാര്യവും ചെയ്തു തരില്ല. നിങ്ങളെ അതിലേക്ക് ലീഡ് ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലക്ഷക്കണക്കിന് പൈസ മുടക്കിയുള്ള വലിയ വലിയ പൂജയും ഹോമങ്ങളൊന്നും ഞാൻ എൻ്റർടൈൻ ചെയ്യാറില്ല. നമ്മുടെ സ്വയം തന്നെ നമ്മൾ ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുന്നവർക്കേ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുള്ളൂ. വിവാഹ വിഷയത്തിൽ വരുമ്പോൾ 7ാം ഭാവമാണ് നമ്മളെ അതിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ 7 എന്ന് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 7 പാർട്ണർഷിപ്പ് എന്ന് പറയും.
വിവാഹം മാത്രമല്ല, ലൈഫ് പാർട്ട്ണർഷിപ്പ്, ബിസിനസ് പാർട്ട്ണർഷിപ്പ്, നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാവരും, ആത്മാർത്ഥ ബന്ധുക്കൾ, ജോലിയിൽ ചെയ്യുമ്പോൾ ആത്മാർത്ഥ കൊളീഗ്സ്, ഇങ്ങനെ നമ്മളെ ഒപ്പം നിൽക്കേണ്ടവർ, വർഷങ്ങളോളം ഒപ്പം നിൽക്കേണ്ടവരാണ് 7th ഹൗസ് എന്ന് പറയുന്നത്. നമ്മുടെ സപ്പോർട്ടേഴ്സ്, നമ്മുടെ പാർട്ട്നേഴ്സ്. ലൈഫ് പാർട്ട്ണർ മാത്രമല്ല, ലൈഫിൽ ഒപ്പം നിൽക്കേണ്ട എല്ലാവരും അതിൽ വരും. അപ്പോൾ ഈ പാർട്ട്നേഴ്സിൻ്റെ സ്ഥാനം 7ാം ഭാവത്തിന് പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമാണ്. എങ്ങനെ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ജാതകത്തിൽ ലഗ്നത്തിൽ ഒറ്റയ്ക്ക് ഗുളിക നിന്നാൽ നല്ലതാണ്. ലഗ്നത്തിലോ 11-ലോ ഒറ്റയ്ക്ക് ഗുളിക നിന്നാൽ രാജയോഗ തുല്യമായിട്ടുള്ള ഭാഗ്യവും അനുഭവം അനുഗ്രഹങ്ങളും വരും. പക്ഷേ ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഈ ഗുളിക നോക്കുന്ന 7ലേക്കാണ്. അപ്പോൾ 7ാം ഭാവത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വരുമ്പോൾ എന്ത് പറ്റും? 7ാം ഭാവത്ത് നിൽക്കുന്നവരായിട്ട് നമുക്ക് എപ്പോഴും കോൺഫ്ലിക്റ്റ് വരും. ദാറ്റ് മീൻസ് ഇപ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം ആ ലെവലിലേക്ക് എടുക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ആളിന് പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ഈഗോ ക്ലാഷ് വരും. അതല്ലെങ്കിൽ അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് കൂടെ നിൽക്കാതെ വരുമ്പം പരസ്പരം മാനസികമായിട്ട് തെറ്റൽ വരും. അപ്പോൾ ഗുളിക ദോഷ പരിഹാരം ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ലഗ്നത്തിലോ അല്ലെങ്കിൽ 7th ഹൗസിലോ രാഹു കേതുക്കൾ വരിക, അതുപോലെ തന്നെ 7-ല് ശനി വരിക, 7ാം ഭാവാധിപന് ശനി ബന്ധം വരിക, അത് നീചരാശിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാപഗ്രഹത്തിൻ്റെ ദൃഷ്ടിയും കൂടെ ഉണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അപ്പം വേറെ ദോഷവും ചെയ്യില്ല, കാലതാമസം വരുത്തും, നമുക്ക് അനുഗുണമായ അനുയോജ്യമായ നല്ല ബന്ധത്തിലെത്താൻ പറ്റാതെ വരും. അപ്പം ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 തിങ്കളാഴ്ച ശിവശക്തിയുള്ള ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വയസ്സിന് തുല്യമായ അത്രയും, അതിപ്പം നമുക്ക് വയസ്സ് 21 21 തവണ, അതായത് ഒന്നുകിൽ ഡെയിലി അല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച തോറും 21 തവണ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിനേക്കാൾ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്ന ഗംഭീരമായ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നാലെ പറയുന്നുണ്ട്. ഇനി ഞായറാഴ്ച ദിവസം ഭഗവാന് വെള്ള നിവേദ്യം നടത്തി, അത് നമ്മൾ അതിൽ ഒരു നേരം വെള്ള നിവേദ്യം കഴിച്ച് ഞായറാഴ്ച ദിവസം വ്രതമായിട്ടിരുന്ന് തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്നത് വിവാഹം നടക്കാൻ ഗുണം ചെയ്യും, പുരുഷനായാലും സ്ത്രീക്കായിരുന്നാലും. ഇനി അതുപോലെ തന്നെ ഇത് വിവാഹ കാര്യത്തിൽ മാത്രമല്ല, ദാമ്പത്യ കലഹം ഉണ്ടായാലും ദമ്പതിമാർക്ക് തമ്മിൽ അകൽച്ചയുണ്ടായാലും ഇങ്ങനെ ഞായറാഴ്ച വ്രതമെടുത്ത് തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. സൗന്ദര്യലഹരി എന്ന് പറഞ്ഞൊരു പുരാതനമായ ശങ്കരാചാര്യ വിരചിതമായ ആ ഗ്രന്ഥം കേട്ട് കാണും. സൗന്ദര്യലഹരിയിൽ 1 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളുണ്ട്. ഈ ശ്ലോകങ്ങൾ ഇന്ന് ഒരു ശ്ലോകം, നാളെ ഒന്ന്, അങ്ങനെ 21 ദിവസം കണ്ടിന്യൂസ് ജപിക്കുന്നത് നല്ലതാണ്. അത് ജപിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിച്ച് വെച്ച് ദൈവത്തിന് മുന്നിൽ ജപിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. അത് നിഷ്ഠയോടെ അങ്ങനെ തന്നെ ചെയ്യണമെന്നല്ല, നിങ്ങളല്ലാതെ ഏതെങ്കിലും സ്വസ്ഥമായി ശുദ്ധവൃത്തിയുള്ള ഒരു സ്ഥലത്തിന് ജപിച്ചാലും മതി. ഇനി ഭാഗവത പാരായണം നടക്കുന്നിടത്തോ ഭാഗവത സപ്താഹം നടക്കുകയോ അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയാൽ അവിടെ 5ാം ദിവസം രുക്മിണി സ്വയംവരത്തിൻ്റെ പാരായണവും വ്യാഖ്യാനവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നടത്തുന്ന പ്രസാദം കൂട്ട് കഴിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഭാഗവതം ഉണ്ടെങ്കിൽ എടുത്ത് രുക്മിണി സ്വയംവര ഭാഗം വായിക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലും കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ വിവാഹം നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്, അതായത് വ്യാഴത്തിൻ്റെയോ ബുധൻ്റെയോ ഒക്കെ, അതുപോലെ തന്നെ ആ ബുധക്ഷേത്രം വ്യാഴക്ഷേത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ ഗുരുവായൂരിലെ രുക്മിണി സ്വയംവരം കൃഷ്ണാട്ടം നേർച്ച നേരുന്നത് നല്ലതാണ്. ഇതെല്ലാം ഒരു വഴി. ഇനി നമുക്കിതിൽ വളരെ സിമ്പിളായി ഷോർട്ട് കട്ടായിട്ട് കിടക്കാൻ പറ്റുന്നൊരു മാർഗമാണ് ഞാൻ പറയുന്നത്. സ്വയംവര മന്ത്രം എന്ന് പറഞ്ഞ ഒരു വശീകരണ മന്ത്രം കൂടിയാണ്. അതായത് ഓം ഹ്രീം യോഗിനി യോഗിനി എന്ന് പറഞ്ഞ് മമ മുഖ സ്ഥാവര ജംഗമ എല്ലാം ആകർഷിക്കണമെന്നാണ് അതിൽ തന്നെ പറയുന്നത്. ഇത് വിവാഹം നടക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് ഏറ്റവും അകന്നിരിക്കുന്ന നമ്മളെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, പ്രണയിതാക്കൾ, അല്ലെങ്കിൽ നമ്മളെ കൊളീഗ്സ്, ഇങ്ങനെയുള്ളവർ നമ്മളുമായിട്ട് സ്നേഹത്തിൽ പോകാനും ജപിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അതിനേക്കാൾ വിവാഹത്തിന് ഏറ്റവും നന്നായിട്ട്
നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ബാണേശ്വരി മന്ത്രം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഷോർട്ട് കട്ട് ഉണ്ടാകുന്നത്. ബാണേശ്വരി മന്ത്രം എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലായിടത്തും ഇല്ല. ബാണേശ്വരി മന്ത്രം അതിൻ്റെ കൃത്യമായ വിധിയിൽ വെള്ളിയാഴ്ച തോറും നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ ബാണേശ്വരി അർച്ചന ഉള്ള ക്ഷേത്രമാണെങ്കിൽ അത് ചെയ്യിക്കുക. അതല്ലെങ്കിൽ നമ്മൾ വെള്ളിയാഴ്ച ദീപം തെളിച്ച് വെച്ച് സാക്ഷാൽ മൂകാംബിക പരാദേവിയെ ആ വിളക്കിൽ കണ്ടുകൊണ്ട് തെറ്റിപ്പൂവ് എടുത്ത് നാളം കളഞ്ഞ് പ്രാർത്ഥിച്ച് ബാണേശ്വരി മന്ത്രം പറഞ്ഞ് 7 തവണ 7 തെറ്റിപ്പൂവ് 7 തവണ ഓരോ പ്രാവശ്യവും പറഞ്ഞ് നല്ലവണ്ണം പ്രാർത്ഥിച്ച് ദേവിയുടെ പാദങ്ങളിലേക്ക് എന്നുള്ള സങ്കല്പത്തിൽ ആ വിളക്കിന് ചുവട്ടിലേക്ക് സമർപ്പിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ലൊരു വിവാഹത്തിലേക്ക് എത്തും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷേത്ര ദർശനം നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം നടക്കുന്നതിന് 2 കാര്യമുണ്ട്. ഒന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ കുറേ സ്വയംവരം ജപിച്ചു, ബാണേശ്വരി ജപിച്ചു, അല്ലെങ്കിൽ നമ്മൾ കുറേ അർച്ചനകൾ ഇതൊക്കെ ചെയ്തത് കൊണ്ടൊന്നും അല്ല നടക്കുന്നത്. ദൈവാധീനം വർദ്ധിക്കുമ്പോൾ അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഭഗവാൻ കൊണ്ടുവരും. ബുദ്ധിയും യുക്തിയും കൊണ്ടത് നടക്കും. മാത്രമല്ല, സ്ഥിരമായി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മളെ കണ്ടിട്ടോ നമ്മുടെ ഒരു ഇത് അറിയാവുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ തന്നെ അറിയാവുന്ന മേഖലയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ആലോചിച്ച് വന്നെന്ന് വരാം. അപ്പം അതുകൊണ്ട് അവിടെ ഈശ്വരാനുഗ്രഹത്തിന് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രാമായണത്തിൽ 32 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങൾ നല്ലതാണ്. അതുപോലെ തന്നെ അതായത് 32 തൊട്ട് 37 വരെയുള്ള ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് രാമായണത്തിൻ്റെ ആദ്യത്തെ രാമായണം, അതായത് മൂലകൃതിയിൽ. അതല്ല അധ്യാത്മരാമായണമാണെങ്കിൽ അതിലെ സുന്ദരകാന്ഡം വായിക്കുക, അത് ഗുണം ചെയ്യും. ഇനി നമ്മൾ ഈ ജാതകാൽ ചൊവ്വാദോഷം കൊണ്ടാണ് വിവാഹം മുടങ്ങുന്നത് അല്ലെങ്കിൽ തടസ്സം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക, ഭദ്രകാളി പ്രീതി വരുത്തുക. അതിനെന്ത് ചെയ്യും? സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി നമ്മൾ കുമാരസൂക്ത അർച്ചന ചെയ്യുകയോ, ഇനി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ചുവന്ന ഹാരം വാങ്ങിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ച് ഭഗവാനോട് പറഞ്ഞു വരുമ്പോൾ നമുക്കത് നടക്കും. ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ ചുവന്ന പട്ട് സമർപ്പിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് കുങ്കുമാർച്ചന ചെയ്തു വരുമ്പോൾ നമുക്ക് വിവാഹ തടസ്സം നീങ്ങും. ഇനി അത്യാവശ്യം നമുക്ക് ജാതകാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ, അതായത് പരദേവതാകോപം, പിതൃശാപം, സർപ്പകോപം, അതുപോലെ തന്നെ ശാപദോഷങ്ങൾ, ഗുളിക ദോഷമൊക്കെ ഉണ്ടെങ്കിൽ, സർപ്പദോഷം ഉണ്ടെങ്കിൽ, ഇതിനൊക്കെ നമ്മൾ ലൈഫിൽ ഒറ്റ തവണ ചെയ്യേണ്ട പരിഹാരമുണ്ട്. അത് ചെയ്ത് അത് നിവർത്തിച്ചാൽ പെട്ടെന്ന് അതിലേക്ക് എത്താൻ പറ്റും. പിന്നെ നമ്മളതിൽ ഈ പറഞ്ഞ പോലെ നമ്മുടേതായ ജപം, പ്രാർത്ഥന നിരന്തരം പിന്നെ ക്ഷേത്രങ്ങളിലും ഒക്കെ നമ്മൾ ചെന്ന് ഒന്നും ചെയ്യേണ്ട, വെറുതെ പ്രാർത്ഥിച്ചാൽ മതി. ക്ഷേത്ര ദർശനം നടത്തിയാൽ മതി നിരന്തരം. അപ്പോഴേക്കും നമുക്കൊരു പോസിറ്റീവ് എനർജി വർദ്ധിച്ച് വിവാഹം നടക്കും. ഞാൻ നിങ്ങളോട് ഇപ്പോഴും എടുത്തു പറയുന്നു, വിവാഹ തടസ്സം നീങ്ങാൻ വേണ്ടി ബാണേശ്വരി മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ആ മന്ത്രം ഇങ്ങനെയാണ്: ഓം ദ്രാം ദ്രീം ക്ലീം ബ്ലും സഹ. ഒന്നുകൂടി പറയാം: ഓം ദ്രാം ദ്രീം ക്ലീം ബ്ലും സഹ. ഇതാണ് ബാണേശ്വരി മന്ത്രം. അത് പിന്നെ ഇന്ന സമയത്തെ ജപിക്കാവുന്നില്ല, രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ, എല്ലാ ദിവസവും ജപിക്കാം. മിനിമം വെള്ളിയാഴ്ചയെങ്കിലും ജപിക്കുക. എന്തായാലും എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട വിഷയങ്ങൾക്ക് അതിനകത്ത് മെസ്സേജ് ഇടാം. നമുക്ക് തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്നും എൻ്റെ പ്രാർത്ഥന ഉണ്ടാകും. ഹരേ കൃഷ്ണ, നന്നായി വരട്ടെ.